എൻ്റെ മുത്തശ്ശി ഉണ്ടാക്കാറുള്ള ഒരു നാടൻ കറിയുടെ റെസിപ്പിയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിലുള്ളത്. ഹായ് ഡിയേഴ്സ്, അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഈ ടേസ്റ്റി കറി ഉണ്ടാക്കാനായിട്ട് 1 കിലോ വെള്ളരിക്കയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. വെള്ളരിക്ക ക്ലീൻ ചെയ്ത് നൈസായിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. 100 ഗ്രാം ഉണക്കച്ചെമ്മീൻ വാലും തലയൊക്കെ നുള്ളി കളഞ്ഞ് നന്നായിട്ട് കഴുകിയെടുത്ത് വെള്ളരിക്കയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, നമ്മുടെ എരിവിന് ആവശ്യമായ മുളക് പൊടി, പാകത്തിന് ഉപ്പ് എന്നിവ ചേർത്ത് കൊടുക്കാം. എരിവുള്ള 2 പച്ചമുളക് കീറിയതും 1 തണ്ട് കറിവേപ്പിലയും നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം ഇതൊന്ന് വേവിച്ചെടുക്കാനായിട്ട് സ്റ്റവിലേക്ക് വെക്കാം. വെള്ളരിക്കയും മാങ്ങയും ചെമ്മീനും ഒക്കെ ചേർത്തുള്ള ഒരു നോൺ വെജ് കറിയാണ് കേട്ടോ നമ്മളിവിടെ ഉണ്ടാക്കുന്നത്. എൻ്റെ മുത്തശ്ശിക്ക് ഒത്തിരി ഇഷ്ടമുള്ളൊരു കറിയാണിത്. നമ്മുടെ വെള്ളരിക്ക ഇവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പുളിക്ക് ആവശ്യമായ മാങ്ങ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ നല്ല പുളിയുള്ള ഒരു മാങ്ങയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഓരോ ടേസ്റ്റ് ആയിരിക്കുമല്ലോ. അപ്പോൾ പുളി കൂടുതൽ വേണ്ടവർ കൂടുതൽ എടുക്കുക, കുറച്ച് വേണ്ടവർ കുറച്ച് മാങ്ങ എടുത്താലും മതി. പിന്നെ ചെമ്മീൻ ചേർത്തൊരു കറി ആയതുകൊണ്ട് പുളി ഒരല്പം കൂടുതലുള്ളത് വളരെ നല്ലതായിരിക്കും. മാങ്ങ ചേർത്തതിന് ശേഷം നമുക്കിതൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. 2 മിനിറ്റ് തിളച്ചപ്പോഴേക്കും നമ്മുടെ മാങ്ങയും നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നല്ല പേസ്റ്റ് പോലെ അരച്ച 1 മുറി തേങ്ങയാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. തേങ്ങ ചേർത്തതിന് ശേഷം നമ്മുടെ കറിക്ക് ആവശ്യമായ വെള്ളവും കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ തേങ്ങ അരച്ചെടുത്ത മിക്സി ജാറിലേക്ക് 1 ഗ്ലാസ് വെള്ളവും ചേർത്ത് നന്നായിട്ടൊന്ന് കലക്കിയെടുത്തതാണ് കറിയിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി മിക്സാക്കിയ ശേഷം ഏകദേശം 2 മിനിറ്റ് കൂടി നമുക്ക് ഈ കറി ഒന്ന് തിളപ്പിച്ചെടുക്കാം. നമ്മൾ ചേർത്ത് കൊടുത്ത തേങ്ങ നന്നായിട്ട് വെന്ത് കിട്ടണം, അല്ലെങ്കിൽ ഈ കറി പെട്ടെന്ന് ചീത്തയായി പോകും. തേങ്ങ ചേർത്ത് 2 മിനിറ്റ് തിളച്ചതിന് ശേഷം നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്ക് ഉള്ളിയും കടുകും കറിവേപ്പിലയും വറ്റൽമുളകും കൂടി താളിച്ചൊഴിക്കാം. എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെടുന്ന നല്ലൊരു നാടൻ കറിയാണ് കേട്ടോ ഇത്. റെസിപ്പി ഇഷ്ടമായാൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ് ഡിയേഴ്സ്.